Good morning. എല്ലാവരും രാവിലെ ഉറക്കത്തിലാണോ? Good morning, sir. Good morning. Good morning. ഒരാള് പറയുമ്പോൾ തിരിച്ച് പറയണ്ടേ? മ്യൂട്ട് ചെയ്താണ് അൺമ്യൂട്ട് ചെയ്ത് പറയൂ. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാമല്ലോ അവിടെ. Good morning, sir. Good morning. Good morning, sir. രാവിലെ 8:30 കുറച്ചുകൂടി ബുദ്ധിമുട്ടായി അല്ലേ? നിങ്ങളെ സംബന്ധിച്ച് എങ്ങനെ 8:30 എന്ന് പറയുന്നത് കൺവീനിയൻസ് കൂടുതൽ കൺവീനിയന്റ് ആണോ? രാവിലെ ആവുമ്പോൾ ക്ലാസ്സുകൾ കുറച്ച് നേരത്തെ കഴിയും. ഇപ്പൊ എത്ര സമയം വരെ ഉണ്ട് ക്ലാസ്? സർ വൈകുന്നേരം വരെ ഉണ്ട്. വൈകിട്ട് വരെ എന്തായിരിക്കുന്ന ക്ലാസ്? 1:30 വരെ ടൈം ടേബിൾ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ 2 മണി തൊട്ട് 4 മണി വരെ ടൈം ടേബിൾ റീഷെഡ്യൂൾ ചെയ്ത് വന്നായിരുന്നു. അല്ല, ഇപ്പൊ വന്നിരിക്കുന്നതിലുണ്ടോ? ഇപ്പൊ ഞാൻ അയച്ചൊന്ന് ഞാൻ നിങ്ങളുടെ അതിന്റെ തൊട്ടില് 8:30 ക്ലാസ് ഉണ്ട് അല്ല 1:30 കഴിഞ്ഞിട്ടുണ്ടോ അതിന്റെ അകത്ത്? ആ സാറേ, ആദ്യമേ ഒരു ടൈം ടേബിൾ വന്നായിരുന്നു. പിന്നെ രാത്രി റീഷെഡ്യൂൾ ചെയ്ത് പിന്നെ ഒരു ടൈം ടേബിൾ വന്നു. 2 മണി തൊട്ട് 4 മണി വരെ വേറൊരു ഇത് വെച്ചാൽ. അല്ല, ഞാൻ ആ ക്ലാസ് റൂമിൽ ഇട്ടത് മാറിയിട്ടുണ്ടോ? സാറിന്റെ മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. അല്ലാണ്ട് HODയുടെ മെയിൽ വന്നായിരുന്നു. അല്ല, തന്നെ അത് ടൈമിംഗിൽ മാറിയിട്ടുണ്ടോ? അതായത് അവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടല്ലേ ഉണ്ടാവുള്ളൂ. മാറ്റുണ്ടോ? ടൈമിംഗ് എനിക്ക് തോന്നുന്നില്ലല്ലോ. എന്റെ അല്ലേ ഈ 1:30 അല്ലേ ക്ലാസ് എൻഡ് ചെയ്യുന്നത്? എല്ലാ ദിവസവും ഉണ്ടോ ആഫ്റ്റർനൂൺ ക്ലാസ്? ഇല്ല സാർ, 1:30 വരെ റെഗുലർ ക്ലാസ് ഉണ്ട്. പിന്നെ ആഴ്ചയിൽ 2 ദിവസം 2 മണി തൊട്ട് 4 മണി വരെ ലാബ് അത് പറയും. പിന്നെ നമുക്ക് വേറെ ലാബ് ഷൂട്ട് അങ്ങനെയല്ലേ പറ്റുള്ളൂ. അതുപോലെ തിയറി ക്ലാസ് 1:30 എൻഡ് ചെയ്യും. അതാ ചോദിച്ചാൽ. ലാബ് സെഷൻ പിന്നെ എന്ന് പറയുന്നത് നമുക്ക് ലാബ് വെർച്വൽ ലാബോ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ആൾട്ടർനേറ്റീവ് എന്നുള്ളത് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റുള്ളൂ. യൂണിവേഴ്സിറ്റി ഡയറക്ഷൻ കിട്ടുന്ന രീതിയിൽ പിന്നെ അനുസരിച്ച് കോൺടാക്ട് ക്ലാസ് വരുമ്പോൾ പ്രാക്ടിക്കൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് വന്നിട്ട്. ഓക്കെ, എത്ര പേരായി? 27 പേരായി. 30 കാണിക്കുന്നുണ്ട്. 30-ല് 3 എണ്ണം ഞാൻ തന്നെ ആയിരിക്കും. 2 എൻ്റെ നമ്പർ, 1 പിന്നെ പ്രസന്റേഷൻ്റെ ആയിരിക്കും. 30 നമ്പേഴ്സ് കാണിക്കുന്നത്. ഓക്കെ, ജോയിൻ. നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ചിട്ട് ക്ലാസ് കേട്ടോ. നമ്മുടെ ലിങ്ക് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ക്ലാസ് റൂമിൽ കാണുന്ന ലിങ്കിൽ ഒന്ന് കയറുക. കാരണം ചിലപ്പോൾ ലിങ്ക് കൂടെ മാറ്റി. ഇപ്പൊ ഇന്നിപ്പോ പുതിയ ലിങ്കാണ് ഇട്ടേക്കുന്നത്, പഴയ ലിങ്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ പഴയ ലിങ്കിൽ തന്നെ കയറി നിൽക്കരുത്. ആരെങ്കിലും അല്ലാതെ കയറുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത ലിങ്കുകൾ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പഴയ ലിങ്ക് ആവും. ക്ലാസ് റൂമിൽ അവിടെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് തന്നെ ക്ലാസ്സിൽ കയറുക. ഇതൊന്നല്ല, എല്ലാവരും മറ്റ് സബ്ജക്റ്റ് ആണെങ്കിലും. ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്തായാലും എയും ബിയും സെപ്പറേറ്റ് ആയിട്ടുള്ള ടൈമിംഗ് ആയിട്ടേക്കുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടി ചെറിയ ഓഡിയൻസിന് അഡ്രസ് ചെയ്തിട്ട് എടുക്കാവുന്നതുകൊണ്ട് കുറച്ചുകൂടി എഫക്റ്റീവ് ആവുന്നുള്ള രീതിയിലാണ് വിചാരിക്കുന്നത്. അപ്പോ നമ്മുടെ ക്ലാസ് നമുക്ക് 4 അവർ ഉണ്ടായിരുന്നത്. ഇപ്പോ മൺഡേയും ഫ്രൈഡേയും 8:30 ആണ് FM-ൻ്റെത്. ഞാൻ നോക്കിയിട്ട് മൺഡേ ആൻഡ് ഫ്രൈഡേ 8:30 ക്ലാസ് ആണ്. പിന്നെ ഉള്ളത് ട്യൂസ്ഡേ വെനസ്ഡേ 9:30. എ ബാച്ചുകാരുടെ ടൈമിംഗ് ആണ്. അപ്പൊ അത് കൃത്യം ആ സമയത്ത് ഞാൻ ഇതിൽ കാണും. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ലോഗിൻ ചെയ്യാം. ഓക്കെ, മറ്റു ക്ലാസ്സുകള് നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് കഴിഞ്ഞ നിർത്തി നമ്മള് ട്യൂട്ടോറിയൽ പ്രോബ്ലംസ് ആണ് ലാസ്റ്റിലെ ഉള്ള ക്ലാസ്സിൽ അറ്റംപ്റ്റ് ചെയ്തതാണ്. 4 ട്യൂട്ടോറിയൽ കഴിഞ്ഞു ഇമ്പാക്ട് ഓഫ് ജെറ്റിന്റെ. കുറച്ച് സ്ലോയിലാണ് പോകുന്നത് ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്നത്. നമുക്ക് അത്രയും ഫാസ്റ്റില് ടോപ്പിക് എടുത്ത് പോകാനും ബുദ്ധിമുട്ടുണ്ട്. പല കാര്യങ്ങളും എഫക്റ്റീവ് ആവില്ല എന്നറിയാം. വെച്ചാൽ പല ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പൊ മാക്സിമം പറ്റുന്ന രീതിയിൽ പുതിയ സംവിധാനം വെച്ചിട്ടൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് കൂടുതൽ ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ കൂടുതൽ രീതിയിൽ എക്സ്പ്ലനേഷനോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുക കേട്ടോ. അപ്പൊ അതിലൊന്നും മടിക്കണ്ട.
അതുപോലെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് അതുകൊണ്ടാണ് ആ ലൈവായിട്ട് ഈ ട്യൂട്ടോറിയലൊക്കെ ലൈവായിട്ട് തന്നെ ചെയ്യിക്കുന്നത് കൊണ്ടാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്നേരം തന്നെ ചോദിക്കാന്നുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നിങ്ങൾ കുറച്ച് സ്പീഡില് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്ററും കാര്യങ്ങളൊക്കെ അടുത്ത് വെച്ച് പെട്ടെന്ന് അതിന്റെ ഓരോ സ്റ്റെപ്സിനുള്ള കാൽക്കുലേഷൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഗുണം. പക്ഷെ നമുക്ക് അധികം ചെയ്യാൻ പറ്റുന്നത് മാക്സിമം 2 പ്രോബ്ലം ഒക്കെ ഒരു പ്രത്യേകിച്ച് പറ്റുന്നുള്ളൂ. അതിനുള്ള ടൈമേ ഉള്ളൂ. കാരണം 50 മിനിറ്റ് അല്ലേ നമുക്കൊരു തരുന്നുള്ളൂ. അല്ല ഒരു 40 മിനിറ്റ് നമുക്ക് എഫക്റ്റീവായിട്ട് ക്ലാസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ പറ്റും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും എക്സസൈസ് പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അല്ലാതെ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യാൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് അത് പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ പ്രോബ്ലംസ് കൂടി നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ആ രീതിയിലാണ് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അതായത് ട്യൂട്ടോറിയൽ പ്രോബ്ലംസ് നമ്മൾ ചെയ്യുന്നതല്ലാതെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് കൂടുതൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം അതിനുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടില്ല. ചെയ്ത് നിങ്ങൾക്ക് ആ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യും. അതുകൂടെ നോക്കുക. നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പോൾ ആ ക്ലാസ് വീഡിയോസ് കൂടി എടുത്ത് നോക്കിയിട്ട് വേണം പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഇതുവരെ ചെയ്ത പറഞ്ഞ ഡിസ്കഷനിൽ വന്ന കാര്യങ്ങളല്ല ഇമ്പാക്ട് ഓഫ് ജെറ്റ് ഡിഫറെന്റ് കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ടുഡേ വി വിൽ മൂവ് ഓൺ ടു ദി ഹൈഡ്രോളിക് മെഷീൻ പാർട്ട്. അപ്പൊ ആ ഹൈഡ്രോളിക് മെഷീൻസിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹൈഡ്രോളിക് മെഷീൻസ് എന്താണ് ആൻഡ് ഹൗ ദീസ് മെഷീൻസ് ഹൈഡ്രോളിക് മെഷീൻസ് ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഡിഫറെന്റ് ക്രൈറ്റീരിയ. അപ്പോൾ ആ ക്ലാസിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ can anyone give me the classification of hydraulic machines? ഏതെങ്കിലും ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുള്ളത് പറയാമോ? ഹൈഡ്രോളിക് ടർബൈനും ഹൈഡ്രോളിക് പമ്പും. ഓക്കെ, അത് നമ്മൾ ഒരു എക്സാമ്പിൾ പറയുമ്പോൾ പമ്പും ടർബൈൻ എന്ന് പറയാം. അല്ലാതെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊരു കാറ്റഗറി പറയാമോ? 2 കാറ്റഗറി. അതായത് പോസിറ്റീവ് ഏതാണ്? കേട്ടില്ല, കംപ്ലീറ്റ് ആയില്ല, ഞാൻ മുഴുവനായിട്ട് കേട്ടില്ല. അതായത് ഇപ്പൊ വേണ്ട, ഞാൻ തന്നെ പറയാം. എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞ പവർ അബ്സോർബിങ് ആൻഡ് പവർ ജനറേറ്റിംഗ് അല്ലെ? എന്താണ് പവർ അബ്സോർബിംഗ് മെഷീൻസ് ഉണ്ട്, പവർ ജനറേറ്റിംഗ് മെഷീൻസ് ഉണ്ട്. പവർ അബ്സോർബിംഗ് മെഷീൻസിന് എക്സാമ്പിൾ പറയാമോ? അതായത് നമ്മൾ പവർ ഇൻപുട്ട് ആയിട്ട് കൊടുക്കണം ടു റൺ ദാറ്റ് മെഷീൻ. ഹൈഡ്രോളിക് പമ്പില്ല, ഹൈഡ്രോളിക് പമ്പ്, കംപ്രസേഴ്സ് ഒക്കെ അല്ലേ? നമ്മുടെ റിക്വയർമെന്റ് എന്താണ്? പമ്പിന്റെ റിക്വയർമെന്റ് എന്താണ്? ടു ട്രാൻസ്ഫർ ഫ്ലൂയിഡ് ഒരു സ്ഥലത്തുനിന്ന് വേറെ സ്ഥലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ റിക്വയർഡ് ഹൈറ്റിൽ ഇത് പ്രൊവൈഡ് ചെയ്യുക. എത്ര ഹെഡിലാണോ നമുക്ക് വേണ്ടത് ആ ഹെഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് പമ്പ്. കംപ്രസേഴ്സിന്റെ ഫങ്ഷൻസ് നിങ്ങൾക്ക് അറിയാം. ഇത് കംപ്രസ് റിക്വയർഡ് പ്രഷറിൽ അല്ലെങ്കിൽ റിക്വയർഡ് വോളിയം ഡെലിവറി ചെയ്യുക എന്നുള്ളത്. അപ്പൊ അത് പവർ അബ്സോർബിംഗ് മെഷീൻസ് ആണ്. വേറെ ടർബൈൻസ് ആർ എന്താണ്? പവർ ജനറേറ്റിംഗ്. നമ്മൾ പവർ ജനറേഷന് വേണ്ടി ഇപ്പോൾ നമ്മൾ ഹൈഡ്രോളിക് പവർ പ്ലാന്റ്സ് നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഫംഗ്ഷൻ എന്താണ്? ഹൈഡ്രോളിക് പവർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് ആർ മെന്റ് ഫോർ ജനറേറ്റിംഗ് ഇലക്ട്രിക്കൽ പവർ. അപ്പൊ അവിടെ എങ്ങനെ പവർ ജനറേഷൻ നടക്കുന്നത്? പവർ പ്ലാന്റ്സ് നമ്മൾ പഠിക്കുമ്പോൾ ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പവർ പ്ലാന്റ് അല്ലെ? ഹൈഡ്രോളിക് പവർ പ്ലാന്റ്സ് ഉണ്ട്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഉണ്ട്, തെർമൽ പവർ പ്ലാന്റ് ഉണ്ട്. ഇതൊക്കെ ഓരോന്നും ഓരോ രീതിയിലാണ്. അതിന്റെ പവർ ജനറേഷൻ എന്ന് പറയുന്നത് ഓരോ അവിടെ യൂസ് ചെയ്യുന്ന പ്രൊസീജിയർ അല്ലെങ്കിൽ മെക്കാനിസം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മുടെ ഡിസ്കഷനിൽ വരുന്നത് ഹൈഡ്രോളിക് ടർബൈൻസ് ആണ്. ഹൈഡ്രോളിക് ടർബൈൻസ് അവിടെ നിൽക്കട്ടെ. ടർബൈൻസ് എന്ന് പറയുന്നത് ടർബൈൻ ദേ ആർ മെന്റ് ഫോർ ജനറേറ്റ് ട്രാൻസ്ഫർ ചെയ്യാലോ യു ക്യാൻ സേ ടു ജനറേറ്റ് പവർ. അപ്പൊ അത് ഹൈഡ്രോളിക് ടർബൈൻസ് നമ്മൾ പറയുമ്പോൾ അതിന്റെ അകത്തുള്ള വ്യത്യാസം, ടർബൈൻസിന് നമുക്ക് വീണ്ടും ഡിഫറെന്റ് യൂസേജ്, അതായത് അവിടെ ഹാൻഡിൽ ചെയ്യുന്ന ഫ്ലൂയിഡിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഹൈഡ്രോളിക് ടർബൈൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീം ടർബൈൻസ് എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റീം ആണ് ഫ്ലൂയിഡ്. ഹൈഡ്രോളിക് ടർബൈൻസ് എന്ന് പറയുമ്പോൾ അവിടെ വാട്ടർ ആണ് ഫ്ലൂയിഡ് വരുന്നത്. സ്റ്റീം ടർബൈൻസ് എന്ന് പറയുമ്പോൾ സ്റ്റീം ഫ്ലൂയിഡ്, ഹാൻഡ്ലിംഗ് ഫ്ലൂയിഡ് സ്റ്റീം ആയിരിക്കും. ഗ്യാസ് ടർബൈൻസ് നമ്മൾ പഠിക്കും. അതെന്ന് പറയുന്നത് അവിടെ ഗ്യാസ് ആണ്, എയർ അല്ലെങ്കിൽ സമതർ
gas. That is the handling, that is the fluid which the machine will handle. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ഒന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. Then അപ്പോൾ ടർബൈൻസിൽ മെയിൻലി വരുന്നതെന്ന് വെച്ചാൽ എന്താണ്, ഹൈഡ്രോളിക് ടർബൈൻസ് പറയുമ്പോൾ അവിടെ വാട്ടർ, അപ്പൊ അത് അവിടെ ഫംഗ്ഷൻ ചെയ്യുന്ന വെച്ചാൽ there will be stored energy of water. ഫ്ലൂയിഡിന്റെ സ്റ്റോർഡ് എനർജിയെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ടർബൈൻ ചെയ്യുന്നത്. അതിനെ ട്രാൻസ്ഫർ ചെയ്യുക, എനർജിയെ വേറൊരു ഫോമിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുക. ഓർ വി ക്യാൻ സേ യു വിൽ കൺവേർട്ട് ദി സ്റ്റോർഡ് എനർജി ഓഫ് വാട്ടർ. സ്റ്റോർഡ് എനർജി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു പവർ പ്ലാന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഹൈഡ്രോളിക് പവർ പ്ലാന്റ് എടുത്തു കഴിഞ്ഞാൽ there will be a reservoir which we call as dam. A dam എന്ന് പറയുന്നത് എന്താണ്, എനർജി, വാട്ടർ will be stored at certain height. അപ്പോൾ ആ ഹൈറ്റ് എന്ന് പറയുന്നത് that fluid will have potential energy. When you store something at certain height, it will possess potential energy. So that energy, stored energy of water will be utilized to generate power. പവർ എന്ന് പറയുമ്പോൾ ടർബൈൻസിൽ അതിനെ കൺവേർട്ട് ചെയ്ത് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ടഡ് ആവും. Then usually this turbines will be coupled to generate electrical generators. ഇലക്ട്രിക്കൽ ജനറേറ്റേഴ്സിൽ എന്താണ്, ഈ മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞ ഷാഫ്റ്റിൽ, ആ ഷാഫ്റ്റിൽ ടർബൈന്റെ ഷാഫ്റ്റും ഈ ജനറേറ്ററിന്റെ ഷാഫ്റ്റും ഒരു കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. സോ ടർബൈൻ വിൽ റൺ ദി ജനറേറ്റർ ആൻഡ് അൾട്ടിമേറ്റ്ലി വാട്ട് യു ഗെറ്റ് ഈസ് ഇലക്ട്രിക്കൽ പവർ. സോ ദാറ്റ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻ എ ടർബൈൻ. അപ്പൊ ടർബൈനിൽ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് എനർജി ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് കൺവേർട്സ് ദി ഹൈഡ്രോളിക് എനർജി ഓഫ് വാട്ടർ ഇൻ ടു മെക്കാനിക്കൽ എനർജി. അതാണ് ടർബൈനിൽ നടക്കുന്ന വാട്ടർ. ആൻഡ് ജനറേറ്ററിൽ this mechanical energy will be converted into electrical energy. അതാണ് ഈ രണ്ട് യൂണിറ്റും കൂടി വരുമ്പോഴാണ് നമ്മൾ അതിനെ ഹൈഡ്രോളിക് എന്താണ് ഇലക്ട്രിക് പവർ പ്ലാന്റ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. So this slide shows you a schematic diagram of the hydroelectric power plant. അതൊരു സ്കീമാറ്റിക് ഡയഗ്രാം ആണ്, ഒരു സ്കെച്ച് ആണ്, ഒരു റെപ്രസെന്റേഷൻ ഡയഗ്രാം മാത്രമാണ്. ആക്ച്വൽ അതിന്റെ ഡയഗ്രാം സ്കെച്ച് ഒന്നുമല്ല. അപ്പൊ ഇതില് ജസ്റ്റ് ഐ വാണ്ട് ടു ഷോ യു ദി ഡിഫറെന്റ് പാർട്സ് ഓഫ് എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്. അപ്പൊ എന്താണ്, there will be a reservoir. Reservoir എന്ന് പറയുന്നത് എന്താണ്, ഡാം. Where you will store the energy, or where you will store water at certain height. Then there will be a powerhouse. ഈ പവർ ഹൗസ് എന്ന് പറയുന്നത്, പവർ ഹൗസിന്റെ അകത്താണ് എന്ത്, ടർബൈനും turbine, then generator assembly that will be within this powerhouse. Powerhouse ന്റെ അകത്താണ് ഇത് രണ്ടും. And you can see pipelines connecting this reservoir to the powerhouse. അതായത് ടർബൈൻസിലോട്ട് ഡാമിൽ നിന്ന് വാട്ടർ വരുന്നത് എങ്ങനെയാണ്, പെൻസ്റ്റോക്സ് വഴി. പെൻസ്റ്റോക്സ് പറയുന്നത് നമ്മുടെ സാധാരണ പൈപ്പ് തന്നെയാണ്. ലാർജർ ഡയമീറ്റർ പൈപ്സിനെ വിളിക്കുന്നത്, അതായത് ഈ വലിയ വലിയ ഡയമീറ്റർ കൂടിയ പൈപ്പ് ലൈൻസിനാണ് പെൻസ്റ്റോക്സ് എന്ന് പറയുന്നത്. നമ്മള് ഈ റിസർവെയറിൽ നിന്ന് ടർബൈൻസിലോട്ട് വാട്ടർ വരുന്ന പൈപ്പ് ലൈൻസിനെ പറയുന്നതാണ് പെൻസ്റ്റോക്സ് എന്ന് പറയുന്നത്. ലാർജർ ഡയമീറ്റർ പൈപ്സ്. So these penstocks are used to, or they direct the water, or they bring the water from the reservoir to the powerhouse. Turbines will enter in, and thereafter you know what happens. എന്താണ് ഈ വരുന്ന വാട്ടർ, suppose it is a depending on the type of turbine. ടർബൈൻസ് നമ്മൾ ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ല. ടർബൈന്റെ ടൈപ്പ് അനുസരിച്ച് ഈ എനർജിയെ, അതായത് വാട്ടർ എനർജിയെ, that will be converting into mechanical energy. Then this will be connected to ഈ ഷാഫ്റ്റ്, ഇത് ജനറേറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽ എനർജി, then finally you convert that to electrical form. ഇനി ഇവിടെ ഇതിന്റെ അകത്ത് കുറച്ച് ടേംസ് കൂടി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ നോക്കുക, ഹെഡ് റേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹെഡ് റേസ് എന്ന് പറയുന്നത്, what is this head raise? ഹെഡ് റേസ് എന്ന് പറയുന്നത് ഈ റിസർവയറിലുള്ള വാട്ടർ ലെവൽ, വാട്ടർ സർഫസ് ലെവലിനെയാണ് നമ്മൾ ഹെഡ് റേസ് ലെവൽ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. ഹെഡ് റേസ് നമ്മൾ ഈ ഡാമില് എത്ര ഹൈറ്റിലാണ് വെള്ളം സ്റ്റോർ ചെയ്ത്, അതാണ് ഹെഡ് റേസ് എന്ന് പറയുന്നത്. ടെയിൽ റേസ് എന്ന് പറയുന്നത്, പിന്നെ ഇവിടെ നോക്കുക ടെയിൽ റേസ് ഉണ്ട്. ടെയിൽ റേസ് എന്ന് പറയുന്നത്
ഈ ടർബൈൻസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ വാട്ടർ പിന്നെ അത് വെളിയിലോട്ട് പോകുന്നത് വേറൊരു ചാനലാണ്. അപ്പൊ ആ പാസേജിൽ അല്ലെ ആ ചാനലിൽ എത്ര ലെവലിലാണ് ഹൈറ്റിലാണ് വെള്ളം ഒഴുകുന്നത് എന്നുള്ളതാണ് ടെയിൽ റേസ് ലെവൽ എന്ന് പറയുന്നത്. ഈ ഹെഡ് റേസ് ലെവലും ടെയിൽ റേസ് ലെവലും തമ്മിലുള്ള ഡിഫറൻസിന് നമ്മൾ വിളിക്കുന്നതാണ് ഗ്രോസ് ഹെഡ്. അതായത് ഹെഡ് റേസ് ലെവൽ എന്ന് പറയുന്നത് റിസർവെയറിലുള്ള വാട്ടർ ലെവലിന്റെ ഹൈറ്റ്. ടെയിൽ റേസ് ലെവൽ എന്ന് പറയുന്നത് ഈ ടെയിൽ വാട്ടർ റിട്ടേൺ വാട്ടർ ഫ്ലോ ചെയ്യുന്ന ചാനലിലുള്ള വാട്ടർ ലെവൽ, വാട്ടർ സർഫസിന്റെ ലെവൽ. ഈ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഗ്രോസ് ഹെഡ് എന്ന് പറയും. ആക്ച്വലി നമുക്ക് ഇത്രയും ഹെഡ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്താണ് അവൈലബിൾ ഹെഡ് എന്ന് പറയുന്നത്? എത്ര എനർജിയാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. ഈ ഹെഡ് റേസ് ലെവലും ടെയിൽ റേസ് ലെവലും തമ്മിലുള്ള ഡിഫറൻസ്, അത്രയും എനർജി കണ്ടന്റ് ആ വാട്ടറിലുണ്ട്. അത്രയും നമുക്ക് യൂസ്ഫുൾ ഫോമിലോട്ട് നമുക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം ഇഫ് യു ഇൻസ്റ്റാൾ ദിസ് ടർബൈൻ അറ്റ് ദി ടെയിൽ റേസ് ലെവൽ. ഈ ടർബൈന് നമ്മൾ ഇവിടെ ടർബൈൻ എൻ്റർ ചെയ്യുന്നത് ആക്ച്വലി എവിടെയാണ് ടർബൈൻ പൊസിഷൻ, ഈ ഡയഗ്രത്തിലാണ് ടർബൈൻ പൊസിഷൻ ചെയ്തിരിക്കുന്നത് ടെയിൽ റേസ് ലെവലിനെക്കാട്ടും മേലെയാണ്. അപ്പൊ അത്രയും എനർജി നമുക്ക്, അതായത് ഈ ടെയിൽ റേസ് ലെവലും ടർബൈൻ്റെ ലെവലും തമ്മിലുള്ള ഇത്രയും എനർജി നമുക്ക് യൂസ്ഫുൾ എനർജി അല്ല. കാരണം അത്രയും ഹൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതിനെക്കാട്ടും മേലെയാണ് നമ്മൾ ടർബൈൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടെങ്കിൽ. ഇഫ് യു ഹാവ് ദിസ് ടർബൈൻ ഇൻസ്റ്റാൾഡ് അറ്റ് ദിസ് ടെയിൽ റേസ് ലെവൽ, ദെൻ ഈ ഗ്രോസ് ഹെഡ് എന്താണോ അത്രയും ആ ഡിഫറൻസും അത്രയും എനർജി നമുക്ക് സ്റ്റോർഡ് ഹൈഡ്രോളിക് എനർജി നമുക്ക് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പക്ഷെ അത് ഐഡിയൽ കേസ്. ഐഡിയൽ കേസ് എന്ന് പറയുന്നതാണ്, ഇറ്റ്സ് നോട്ട് ദി ആക്ച്വൽ കേസ്. ഐഡിയൽ കേസിൽ അത്രയും എനർജി കണ്ടന്റ് ആ വാട്ടറിൽ അവൈലബിൾ ആണ്. ബട്ട് വാട്ട് ഈസ് ദി ആക്ച്വൽ ഹെഡ് അവൈലബിൾ ഫോർ കൺവേർഷൻ ഓഫ് എനർജി, അതിനെയാണ് നമ്മൾ നെറ്റ് ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ് ഹെഡ് എന്ന് പറയുന്നതാണ് ദ എനർജി വിച്ച് ഈസ് അവൈലബിൾ, which is actually available to get converted into useful energy. അതാണ് നെറ്റ് ഹെഡ്. ഈ നെറ്റ് ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഗ്രോസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു, ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഈ ഹെഡ് റേസിൽ നിന്ന്, ഐ മീൻ ഡാമിൽ നിന്ന് ടർബൈൻ പവർ ഹൗസിലോട്ട് വാട്ടർ വരുന്നത് പെൻസ്റ്റോക്സ് വഴിയാണ്. അപ്പൊ നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, വെൻ വാട്ടർ ഫ്ലോസ് ത്രൂ പൈപ്പ് ലൈൻസ് ഇറ്റ് ഈസ് ഓൾവേസ് അക്കംപനിഡ് വിത്ത് ലോസസ്. ആ ലോസസ് എന്താണ്? പൈപ്പ് ലൈൻസിൽ ഉണ്ടാകുന്ന ലോസസ് എന്താണ്? മൈനർ ലോസ് അല്ലേ? മൈനർ ലോസസ് ഉണ്ട്. മൈനർ ലോസസ് എന്നല്ലല്ലോ പറയുന്നത്. മൈനർ ലോസസ് മേജർ ലോസസ് ഉണ്ട്. പൈപ്പ് ലൈൻസ് ലോസസ് എന്ന് പറയുന്നത് മേജർ ലോസസ് ആസ് വെൽ ആസ്, കാരണം ഒരു പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് ഒറ്റ പൈപ്പ് ആവണമെന്നില്ല അല്ലെ. അതായത് പെൻസ്റ്റോക്സ് എന്ന് പറയുന്നത് ഒറ്റ പൈപ്പ്, അതായത് ഡാമിനെയും പവർ ഹൗസിനെയും കണക്ട് ചെയ്ത് ഒറ്റ പൈപ്പ് ആവണമെന്ന് നിർബന്ധമില്ല. കാരണം രണ്ടും രണ്ട് ദൂരത്തായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ എന്തായിരിക്കും, നമ്പർ ഓഫ് പൈപ്പ് ലൈൻ വിൽ ബി കണക്റ്റഡ് ടുഗദർ, നമ്പർ ഓഫ് പൈപ്പ് അല്ലെ. ഈ കണക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാ ചെയ്യുന്നത്? നമ്മൾ കണക്ടേഴ്സ് കാണും, ഒരു പൈപ്പ് വേറൊരു പൈപ്പ് കണക്ടേഴ്സ് കാണും. കണക്ടേഴ്സ് പൈപ്പ് ഫിറ്റിംഗ്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പൈപ്പ് ഫിറ്റിംഗ്സ് എന്ന് പറയുന്നത് അതിലെ കണക്ട് റെഡ്യൂസേഴ്സ് കാണും, അല്ലെങ്കിൽ കപ്ലിങ്സ് കാണും, എക്സ്പാൻഡേഴ്സ് കാണും. കാരണം നമുക്ക് റിക്വയർഡ് ഡയമീറ്ററിൽ നമുക്ക് എൻഡിൽ അവസാനം വന്നിട്ട് പമ്പിലോട്ട് ടർബൈൻസിലോട്ട് എൻ്റർ ചെയ്യുന്നത് ചിലപ്പോ വേണ്ട പൈപ്പിന്റെ ഇതാവില്ല, ഇനീഷ്യലി നമ്മൾ വരുന്ന പൈപ്പിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ അത് ഡിഫറെന്റ് റെഡ്യൂസേഴ്സ് കാണും, എക്സ്പാൻഡേഴ്സ് കാണും, പൈപ്പ് ലൈൻസിൽ പൈപ്പ് എന്താണ് വാൽവ്സ് കാണും. കാരണം ഇതിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാൽവ്സ് കാണും. പിന്നെ അതുപോലെയുള്ള ഡിഫറെന്റ് പൈപ്പ് ഫിറ്റിംഗ്സ് വിൽ ബി ദെയർ ഇൻ ദ പൈപ്പ് ലൈൻ. ഈ പൈപ്പ് ഫിറ്റിംഗ്സ് ആക്ച്വലി എന്ന് പറയുന്നത് ഇതിൽ ഉണ്ടാകുന്ന ഈ പൈപ്പ് ഫിറ്റിംഗ്സ് മൂലം ഉണ്ടാകുന്ന ലോസസിനെയാണ് നമ്മൾ മൈനർ ലോസസ് എന്നുള്ള രീതിയിൽ പഠിക്കുന്നത്. മൈനർ എന്ന് വെച്ചാൽ അത് ദാറ്റ് ഈസ് നോട്ട് ദാറ്റ് മച്ച് സിഗ്നിഫിക്കൻറ്റ്, അതുകൊണ്ട് മൈനർ എന്ന് നമ്മൾ പറയുന്നത്. പക്ഷെ മേജർ ലോസസ് എന്ന് പറയുന്നത് എന്താണ്? ഫ്രിക്ഷണൽ ലോസസ്. അതായത് ഈ പൈപ്പ് ലൈൻസിൽ ഉണ്ടാവുന്ന അത് അതിന്റെ ലെങ്ത് കൂടുന്നത്, അപ്പൊ കൂടുതൽ ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്രിക്ഷൻ വരും. അത്രയും സർഫസ് കൂടുമ്പോൾ കൂടുതൽ ഫ്രിക്ഷണൽ ഏരിയ വരും, ഫ്രിക്ഷണൽ ലോസസ് കൂടുതലായിരിക്കും. അപ്പോ ഞാൻ പറഞ്ഞു വന്നതാണ് നെറ്റ് ഹെഡ് എന്ന് പറയുന്നത് ആക്ച്വലി എത്ര ഹെഡാണ് നമുക്ക് യൂസ്ഫുൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ നെറ്റ് ഹെഡ് എന്ന് പറയുന്നത് ഈ ഗ്രോസ് ഹെഡിൽ നിന്ന് ഈ ലോസസ് മൈനസ് ചെയ്യുക. അതാണ് ഇവിടെ ഒരു HF ഇവിടെ കാണിച്ചിട്ട്. ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ ഒരു ഇൻക്ലൈൻഡ് ഡോട്ടഡ് ലൈൻ കാണാം. അത് രണ്ടും ആ ലെവൽ ഹൊറിസോണ്ടൽ ലൈനും തമ്മിലുള്ള ഡിഫറൻസ് ഞാൻ HF എന്നുള്ള മാർക്ക് ചെയ്തത്. ആ HF എന്ന് പറയുന്നത് ഫ്രിക്ഷണൽ ലോസസ് ഇൻ ദി പെൻസ്റ്റോക്ക്. So when you subtract gross head, when you subtract this frictional loss head from the gross head, you get the net head. ഇനി ഒരു കാര്യം കൂടി നമ്മൾ നെറ്റ് ഹെഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞു എന്താണ്, ഈ
ഹൈറ്റ് ഡിഫറൻസ് നമ്മൾ നെഗ്ലക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇക്വേഷൻ എഴുതിയിരിക്കുന്നത്. അതായത് ടെയിൽ റൈസ് ലെവലും ടർബൈൻ ഇൻസ്റ്റോൾഡ് ലെവലും തമ്മിലുള്ള ഹൈറ്റ് കൂടി ആക്ച്വലി നെറ്റ് ഹെഡിന്റെ ഡിഫറൻസിൽ വരും. അതുകൂടി ഓർത്ത് വയ്ക്കുക. അപ്പൊ നെറ്റ് ഹെഡ് എന്ന് പറയുന്നത് ആക്ച്വൽ ഹെഡ് വിച്ച് ഇസ് അവൈലബിൾ ടു ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ദി യൂസ്ഫുൾ ഫോം. ദാറ്റ് ഈസ് ദി നെറ്റ് ഹെഡ്. ലോസസുമായി കഴിഞ്ഞിട്ടുള്ള എത്ര ഹെഡ് എന്നുള്ളത്. സോ ദിസ് ഈസ് വാട്ട് അബൌട്ട് ദി schematic diagram of the hydroelectric power plant. Now let us move to the classification of the turbines. എത്ര ഇതിന് മുമ്പ് പറഞ്ഞ എന്താ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ സംശയം ഉണ്ടോ? പറഞ്ഞത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ you type okay so that I can proceed to the next part. Clear ആണ് sir. Okay. Now let us see how these turbines are classified. നമ്മുടെ ടർബൈൻസ് നിങ്ങൾ ഇനി ഹൈഡ്രോളിക് നമ്മുടെ നിങ്ങളുടെ ഈ സിലബസിൽ തന്നെ ഇപ്പൊ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ വിൽ ബി ഡിസ്കസിങ് ഓൺ or we will see the analysis of the Pelton wheel, Francis turbine, similar and Kaplan turbine. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഫിഫ്ത്ത് ഓർ ഫോർത്ത് മൊഡ്യൂൾ ആണെന്ന് തോന്നുന്നു. വിൽ ഡിസ്കസ് ഓൺ ഗ്യാസ് ടർബൈൻസ്. നേരത്തെ ഞാൻ പറഞ്ഞു ഹൈഡ്രോളിക് ടർബൈൻസ് ആണ് വാട്ടർ ആണെങ്കിൽ ഫ്ലൂയിഡ്, ഗ്യാസ് ടർബൈൻസിൽ എയർ അല്ലെങ്കിൽ സമുദ്ര ഇതാണ് ഹാൻഡ്ലിംഗ് ഗ്യാസ്. അത് ഗ്യാസ് ടർബൈൻസിന്റെ അനാലിസിസ് വരും. പിന്നെ നിങ്ങൾ തെർമൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് ഈ സെൻസിലാണോ? തെർമലിന്റെ പേപ്പർ വല്ലതും അപ്ലൈ തെർമോഡൈനാമിക്സിലുണ്ടോ എനിക്കറിയില്ല. സ്റ്റീം ടർബൈൻസ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അത് ഏത് ഈ ഇതിന്റെ അകത്തുണ്ടോ എന്നുള്ളത് സംശയമുണ്ട് എനിക്ക്. കാരണം നോർമലി അത് തെർമൽ എഞ്ചിനീയറിംഗിന്റെ വരുന്നതാണ്. സ്റ്റീം ടർബൈൻസിന്റെ ഡിസ്കഷൻ വരുന്നുണ്ട്. അത് മേ ബി സ്റ്റഡി ചെയ്ത് തെർമൽ എഞ്ചിനീയറിംഗോ തെർമോഡൈനാമിക്സ് പേപ്പറിലുണ്ട്. സോ നൗ ലെറ്റ് us classify these turbines. ടർബൈന്റെ ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ we can classify based on different criteria. Different criteria. First criteria വായിക്കേണ്ടതാണ് according to the action of water on the runner. According to the action of water on the blade. Blade means the blade എന്ന് പറയുന്നത് നമ്മൾ ഞാൻ പറഞ്ഞു എന്താണ് ടർബൈൻസിൽ there will be a rotating wheel, rotating part that is called runner or rotor. ചിലപ്പോൾ റോട്ടർ എന്ന് പറയാം, റണ്ണർ എന്ന് പറയാം. ആ റണ്ണർ എന്ന് പറയുന്നത് എന്താണ്? It is a rotating wheel on the periphery of which there will be veins fixed. എന്താണ് വെയിൻ? നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ നേരത്തെ ടർബൈൻസിന്റെ ഡിസ്കഷൻ വരുന്നതിന് മുമ്പ് നമ്മൾ ഇമ്പാക്ട് ഓഫ് ജെറ്റ് പഠിക്കുന്നത് കൊണ്ടാണ്. ഇതിന്റെ ഫോഴ്സ് അനാലിസിസും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ ഫോഴ്സ് കാൽക്കുലേറ്റ് പഠിച്ചതാണ് നമ്മൾ പഠിച്ചത്. സോ വി നൗ ലെറ്റ് us classify this turbine based on the action of water on the turbine runner. Based on this criteria, two category. ഒന്ന് impulse turbines എന്ന് പറയും. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. റിയാക്ഷൻ turbines. Impulse and reaction is based on the criteria according to the action of water. Impulse turbine, from the name itself you can see it works based on the principle of impulse. Impulse എന്ന് പറയുന്നത് എന്താണ്? What do you mean by impulse? Force acting for in a short period of time. അതായത് വലിയൊരു ഹ്യൂജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം. ഒരു ഇമ്പാക്ട് വന്നൊരു ഇടിക്കുന്ന ആ ഫോഴ്സ് ആണ് നമ്മൾ ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇവിടെ ഇമ്പൾസ് ടർബൈൻ എന്ന് പറയുന്നത് ഇമ്പൾസ് ടർബൈന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇമ്പൾസ് ടർബൈൻ എൻറ്റയർ എനർജി കൺവേർഷൻ ഫ്രം ഹൈഡ്രോളിക് എനർജി ടു ദി കൈനറ്റിക് എനർജി. നമ്മൾ പറഞ്ഞു ഡാമില് ആക്ച്വലി എന്താണ് ഡാമില് വാട്ടർ റിസർവ് ചെയ്യുമ്പോൾ ദാറ്റ് വാട്ടർ പോസസ് what form of energy? ഡാമിലെ വാട്ടറിന്റെ എനർജി നമ്മൾ എന്താ പറയുന്നത്? It will be at certain height. It possesses potential energy. ആ പൊട്ടൻഷ്യൽ എനർജിയാണ് നമ്മൾ പെൻസ്റ്റോക്സ് വഴി വാട്ടർ ടർബൈൻസിലോട്ട് എൻട്രി ചെയ്യുന്നതിന്റെ പെൻസ്റ്റോക്സിന്റെ എൻഡില് വിൽ ഹാവ് എ നോസിൽ. What is the function of nozzle? Control water acceleration. നോസിൽ എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാനുള്ള മീനിങ് അല്ല. നോസിലിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഫോർ ആക്സിലറേറ്റിംഗ് ദ ഫ്ലൂയിഡ്, അല്ലെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി. എക്സ്പാൻഷൻ വേണമെങ്കിൽ നമുക്ക് പറയാം. എക്സ്പാൻഡ് വെൻ യു എക്സ്പാൻഡ് ഇറ്റ് വാട്ട് ഹാപ്പൻസ്? നമ്മൾ ഈ ഡാമിലെ എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷറിലാണ്. അതായത് ഹെഡ് എന്ന് ഹൈറ്റ് എന്ന് പറയുന്നത് പ്രഷറിലാണ്.
high pressure water expand pressure korayum. When the pressure decreases, what happens to the velocity? It rises. So a nozzle accelerates the flow, or you can say it expands the flow. The impulse turbine, the stored energy of water, the potential energy of the water from the reservoir is converted into kinetic energy with the help of a nozzle at the end of the penstock. The entire potential energy kinetic energy to convert to. So what is the output of the turbine? Sorry, what is the output of the nozzle? Nozzle output of the high kinetic energy water jet. The high kinetic energy water jet it strikes the runner. So what will happen? It transfer energy. Kinetic energy I want to impact the impulse action. Impulse action. What is the result? The runner rotates. So it transfers energy to the runner so that the runner rotates, thereby converting that energy, kinetic energy, important kinetic energy into mechanical energy. Water shaft rotate, a shaft generator apply. So you have this energy conversion or transformation. First energy transfer and energy transformation. Terms difference. Energy transfer device in where device place in where place energy transfer nozzle from the nozzle you transfer energy to the runner, and then thereafter what happens? This energy is converted into or transformed into mechanical energy. Energy transfer and energy transformation into water energy, kinetic energy, that convert to mechanical energy to convert to transformed into kinetic mechanical energy. So this is impulse turbine. The impulse turbines from the inlet of the turbine to the exit of the turbine, the pressure is atmospheric. This casing rotating impeller runner casing casing hydraulic functions rotating runner cover function splash water function casing hydraulic functions hydraulic functions power contribute functions that protecting cover casing of that impulse turbine just as in order to avoid splashing of water. So from the inlet of the turbine to the exit of the turbine, pressure remains constant and equal to atmospheric. Atmospheric pressure turbine the inlet impulse turbine inlet exit throughout the flow there is no pressure change and that pressure remains equal to atmospheric. That's impulse turbine example. Detailed analysis impulse turbine category Pelton turbine. Pelton turbine Pelton wheel Pelton turbine. Pelton Francis Kaplan invented so it is Pelton wheel, an example for impulse turbine. Now we have the reaction turbine. Reaction turbine impulse turbine already there is no pressure change from inlet to the turbine. Entire pressure is equal to the pressure atmospheric pressure. Exposed impeller open atmospheric contact. So that pressure will be inside the turbine, the pressure is atmospheric. Reaction turbine case this turbine runner that has some casing hydraulic function. Runner rotating part, that runner will be kept inside an airtight casing. And there is pressure change from inlet. But nozzle the function water enter the turbine. First it enter the stator. Stator runner rotating part casing stator. The stator runner stationary part of the turbine. Runner rotating part. So stator means that casing surrounding the runner. But the stator
ഈ ടർബൈൻ റണ്ണറിലോട്ട് എൻ്റർ ചെയ്യുന്നത് ദാറ്റ് വിൽ ബി ഗൈഡ്, ദർ വിൽ ബി ഗൈഡ് വെയിൻസ്. അത് സ്റ്റേഷനറി വെയിൻസ് കാണും ഈ ഇതിന്റെ അകത്ത്. ഇതിലോട്ട് വരുന്ന വാട്ടർ എൻ്റർ ചെയ്യുന്നത് ഈ ഗൈഡ് വെയിൻസ് വഴിയാണ്. ഈ ഗൈഡ് വെയിൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിന് അഡ്ജസ്റ്റ് കൺട്രോൾ ഓഫ് ദാറ്റ് ഗൈഡ് വെയിൻ ദർ വിൽ ബി അതിന്റെ പ്രൊവിഷൻസ് കാണും. സോ യു ക്യാൻ adjust these guide vanes so that water enter the runner at certain velocity or certain angle. എത്ര ആംഗിൾ ആണത് ടർബൈൻ്റെ റണ്ണർ ബ്ലേഡ്സിലോട്ട് കയറണം എന്നുള്ളതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാം. എത്ര ആംഗിൾ ആണ് കയറേണ്ടതെന്നൊക്കെ ഉള്ളത്. ദാറ്റ് ഗൈഡിങ് ഈസ് ഡൺ ബൈ സ്റ്റാറ്റർ വെയിൻസ്. ഈ സ്റ്റാറ്ററിൽ ഫിക്സ് ചെയ്തേക്കുന്ന വെയിൻസ്, അതാണ് സ്റ്റാറ്റർ വെയിൻസ് എന്ന് പറയുന്നത്. ആ വെയിൻസ് ആണ് നമ്മൾ ഗൈഡ് വെയിൻസ് എന്ന് പറയുന്നത്. ഈ ഗൈഡ് വെയിൻസ് ആണ് റണ്ണറിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്ന വാട്ടറിനെ കൺട്രോൾ ചെയ്യുന്നത്. അതിന്റെ ഡയറക്ഷനും അതിന്റെ ക്വാണ്ടിറ്റി എല്ലാം ഫിക്സ് ചെയ്യുന്നതാണ് ദിസ് ഗൈഡ് വെയിൻസ് ആണ്. So the water once the water enter the turbine runner, inside that turbine runner the pressure decreases. നിങ്ങൾ ഓർക്കുക, impulse turbine there is no pressure change from as the water flows through the runner. പക്ഷേ റിയാക്ഷൻ ടർബൈനിൽ അതിന്റെ ഇൻലെറ്റിലും അതിന്റെ ടർബൈൻ നമ്മള് റണ്ണറിന്റെ വെയിന്റെ ഇൻലെറ്റ് ടിപ്പിലും എക്സിറ്റ് ടിപ്പിലും പ്രഷർ ഡിഫറൻസ് വരും. ആ പ്രഷർ ഡിഫറൻസിനെ നമ്മൾ പറയുന്നതാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? പ്രഷർ ഡിഫറൻസ് റണ്ണറിൽ കൂടി ഫ്ലോ ചെയ്യുമ്പോൾ പ്രഷർ ഡിക്രീസ് ചെയ്യാന്ന് വെച്ചാൽ ആക്സിലറേഷൻ നടക്കുന്നുണ്ട് അവിടെ. അതായത് എനർജി കൺവേർഷൻ അവിടെ, അതായത് പ്രഷർ എനർജിയെ നോസിൽ നമ്മൾ ഇംപൾസ് ടർബൈനിലാണെങ്കിൽ എൻറ്റയർ പ്രഷർ എനർജി ഓഫ് വാട്ടർ ഈസ് കൺവേർട്ടഡ് ഇൻ ടു കൈനറ്റിക് എനർജി വിത്തിൻ ദാറ്റ് നോസിൽ. നോസിൽ വെച്ചിട്ട് കൺവേർഷൻ കഴിഞ്ഞു അവിടെ. പിന്നെ എൻ്റർ ചെയ്ത് റണ്ണറിന്റെ അകത്തെ കൂടി ഫ്ലോ ചെയ്യുമ്പോൾ പ്രഷറിൽ ചേഞ്ച് അല്ല, എനർജി കൺവേർഷൻ ഒന്നുമില്ല. ഇത് പിന്നെ കൈനറ്റിക് എനർജി കൺവേർട്ട് ചെയ്യാനൊന്നും ബാക്കിയില്ല. Whereas in the case of reaction turbine, a part of kinetic energy conversion takes place when the water flows through the guide vanes. Then the remaining portion of this energy conversion, pressure energy, kinetic energy converted as the water flows through the runner blades. The meaning എന്ന് പറയുന്നത് ടർബൈനിന്റെ ഇൻലെറ്റിലും എക്സിറ്റിലും രണ്ട് പ്രഷർ ആയിരിക്കും. പ്രഷർ ഡിക്രീസ് ചെയ്യുന്ന വെച്ചാൽ ഈ ടർബൈൻ റണ്ണറിൽ കൂടി വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ ആക്സിലറേഷൻ നടക്കുന്നുണ്ട്. ഫ്ലോ ഗെറ്റ്സ് ആക്സിലറേറ്റഡ്. ആൻഡ് ദാറ്റ് ഫ്ലോ ആക്സിലറേഷൻ വി കോൾ ഇറ്റ് ആസ് റിയാക്ഷൻ പ്രഷർ. അതിനെയാണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. കാരണം ഒരേ പ്രഷറിലല്ല. അപ്പൊ അത് that causes some reaction. അപ്പൊ അത് contribute to the rotation of the runner, and the rest is the same. The mechanical energy ആയിട്ട് rotate ചെയ്യുന്നുണ്ട്. That getting converted into mechanical form, and finally you can get the electrical power with the help of a generator. റിയാക്ഷൻ ടർബൈന്റെ കാറ്റഗറി വരുന്ന രണ്ട് ടർബൈൻസ് ആണ് ഫ്രാൻസിസ് ടർബൈനും കെപ്ലാൻ ടർബൈനും. ഈ മൂന്ന് ടൈപ്പ് ഓഫ് ടർബൈൻസിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസും കാര്യങ്ങളും നമ്മൾ ഇനി ഉള്ള ഡിസ്കഷനിൽ വരും. ഇപ്പൊ മനസ്സിലാക്കേണ്ടത്, based on the action of water on the turbine blade, you can classify these turbines into reaction turbine and impulse turbine. In the impulse turbine, the mechanism എന്ന് പറയുന്നത് impulse action of the water, and the pressure remains constant throughout the flow of water through the runner, and that pressure is equal to atmosphere. Whereas in the case of reaction turbine, there is pressure change as the water flows through the runner blades that contributes to reaction. So finally, the energy, hydraulic energy, is getting converted into the mechanical energy. In the examples of Pelton is an impulse turbine, whereas Francis and Kaplan turbines are reaction turbines. So the one criteria based classification ആണ്. Then another criteria is based on the nature of flow or direction of flow of water through the machine. ഈ വാട്ടർ റണ്ണറിൽ ടർബൈൻസിൽ കൂടി റണ്ണറിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ഓഫ് ഫ്ലോനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഫ്ലോനെ ബേസ് ചെയ്ത് യു ക്യാൻ ക്ലാസിഫൈ ഇൻ ടു ദീസ് 4 കാറ്റഗറി. ഏതാണ്? റേഡിയൽ ഫ്ലോ മെഷീൻസ്, ടാൻജൻഷ്യൽ ഫ്ലോ മെഷീൻ,
axial flow machine and mixed flow machine. Direction of flow അനുസരിച്ച് അതായത് റേഡിയൽ ഫ്ലോ മെഷീൻ എന്ന് പറയുന്നത് റേഡിയൽ ഫ്ലോ ടർബൈൻസ് എന്ന് പറയുന്നത് റേഡിയൽ ഡയറക്ഷനിലായിരിക്കും. അതായത് വാട്ടർ എൻ്റർ ചെയ്യുന്നത് വീലിന്റെ ഔട്ടർ പെരിഫറൽ എൻ്റർ ചെയ്തിട്ട് ഇറ്റ് ഫ്ലോസ് ഇൻ റേഡിയൽ ഡയറക്ഷൻ ആൻഡ് വിൽ ബി ലീവിംഗ് ഫ്രം ദി അതർ ടിപ്പ്. അത് തന്നെ രണ്ട് ക്ലാസിഫിക്കേഷൻ ആവാം. റേഡിയൽ ഫ്ലോ മെഷീൻസ് തന്നെ ഇൻവേർഡ് ഫ്ലോ ടർബൈൻസ് നിന്നും ഔട്ട്വേർഡ് ഫ്ലോ ടർബൈൻസ് നിന്നും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. എന്താണ് ഇൻവേർഡ് ഫ്ലോ ടർബൈൻ എന്ന് പറയുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം ഫസ്റ്റ് ക്ലാസ്സിലെ ഡിസ്കഷനിൽ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. എന്താണ് ഇൻവേർഡ് ആൻഡ് ഔട്ട്വേർഡ് ഫ്ലോ? ഹലോ, what is inward and outward flow? മിണ്ടുന്നില്ലേ? എല്ലാവരും ഉറങ്ങിപ്പോയോ? ഞാനീ പറയുന്നത് വല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതുവരെ കേട്ടോ? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. ഓക്കെ, പറയൂ. ഇൻവേർഡ് ഫ്ലോ ഔട്ട്വേർഡ് ഫ്ലോ ഒക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് മുമ്പ്. എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഫസ്റ്റ് ക്ലാസ്സിലെ ഡിസ്കഷൻ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ആ സീരീസ് ഓഫ് വെയിൻസ് പറഞ്ഞപ്പോഴായിരിക്കും. എന്താണ് റേഡിയൽ ഫ്ലോ മെഷീൻസ് എന്ന് പറയുന്നത്? റേഡിയൽ ഡയറക്ഷനിലാണ്. വാട്ടർ റണ്ണർ പ്ലേഡിൽ കൂടി ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനാണ് റേഡിയൽ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് രീതിയിൽ എൻ്റർ ചെയ്യാം. ഒന്നുകിൽ റൊട്ടേറ്റിംഗ് വീലിന്റെ സെന്ററിൽ എൻ്റർ ചെയ്യാം. സെന്റർ എന്ന് പറയുന്നത് അത് ഇന്നർ ടിപ്പ്, ആ ബ്ലേഡിന്റെ ഇന്നർ ടിപ്പ് വരും. ഇന്നർ ടിപ്പ് എൻ്റർ ചെയ്തിട്ട് ഇറ്റ് വിൽ ഫ്ലോ റേഡിയലി ഇൻ ദി ഔട്ട്വേർഡ് ഡയറക്ഷൻ. അപ്പൊ എക്സിറ്റ് ചെയ്യുന്ന എവിടെ ആയിരിക്കും? ഔട്ടർ പെരിഫറിയിൽ, വീലിന്റെ ഔട്ടർ പെരിഫറിയിൽ ലീവ് ചെയ്യും. അപ്പൊ സെന്ററിൽ ഓർ ഇന്നർ ടിപ്പിൽ എൻ്റർ ചെയ്തിട്ട് ഔട്ട്വേർഡ് ഡയറക്ഷനിലോട്ട് ഫ്ലോ ചെയ്യുന്ന ഔട്ട്വേർഡ് ഫ്ലോ ടർബൈൻസ് എന്ന് പറയും. തിരിച്ചുപോകാം എന്ന് പറയുന്നത് വീലിന്റെ ഔട്ടർ പെരിഫറിയിൽ എൻ്റർ ചെയ്ത് ഫ്ലോസ് അലോങ് ദി റേഡിയൽ ഡയറക്ഷൻ ദെൻ ലീവ് ഫ്രം ദി സെന്റർ. ഈ രീതിയിലും ആവാം. അപ്പൊ ആ രണ്ട് കാറ്റഗറി ടർബൈൻസ് ആവാം. അതാണ് റേഡിയൽ ഫ്ലോ മെഷീൻസ് എന്ന് പറയുന്നത്. അപ്പൊ നോർമലി അതിനൊരു എക്സാമ്പിൾ പറയുന്നത് ഫ്രാൻസിസ് ടർബൈൻ ആണ്. അത് തന്നെ ഓൾഡർ വേർഷൻ, നോട്ട് ദി പ്രസന്റ് ഡേ ഫ്രാൻസിസ് ടർബൈൻസ് അല്ല, ഓൾഡർ ഫ്രാൻസിസ് ടർബൈൻ, ഓൾഡർ വേർഷൻസ് ഓഫ് ഫ്രാൻസിസ് ടർബൈൻ എന്ന് പറയുന്ന മിക്കവാറും ഇത് എല്ലാം തന്നെ റേഡിയൽ ഫ്ലോ മെഷീൻസ് ആയിരുന്നു. ഈ രണ്ട് കാറ്റഗറി ആർ ഡിപ്പെൻഡിങ് ഓൺ ദി റിക്വയർമെന്റ്. whereas ടാൻജൻഷ്യൽ ഫ്ലോ അല്ലെങ്കിൽ പെരിഫറൽ ഫ്ലോ, ടാൻജൻഷ്യൽ ഫ്ലോ ആണ് നമ്മൾ ഇമ്പൾസ് ടർബൈൻ പറഞ്ഞു. ഇമ്പൾസ് ടർബൈനിൽ നമ്മൾ പറഞ്ഞപ്പോൾ എന്താണ്? ജെറ്റ്, നോസിലിൽ നിന്ന് വരുന്ന ജെറ്റ് that strikes the wheel in the tangential direction. നമ്മൾ തൊട്ട് മുമ്പുള്ള ഡയറത്തിൽ ഇത് തന്നെ ഇമ്പൾസ്. ഈ ഡയറക്റ്റ് നോക്കി, ഇവിടെ ഇത് ഡയറക്റ്റ് ചെയ്യുന്നത് ഇത് ഈ പൈപ്പിൽ നിന്ന് വരുന്ന നേരെ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്നത് ഈ വീലിന്റെ ബ്ലേഡ്സിലാണ്. സോ ഹിയർ ദി സ്ട്രൈക്കിംഗ് ഈസ് ഇൻ ദി ടാൻജൻഷ്യൽ ടു ദി വീൽ. അതാണ് രണ്ടാമത്തെ കാറ്റഗറി ആയിട്ട് ഇവിടെ പറഞ്ഞത്, ടാൻജൻഷ്യൽ ഓർ പെരിഫറൽ ഫ്ലോ ടർബൈൻ. അപ്പൊ ഇമ്പൾസ് ടർബൈൻസ് അല്ലെങ്കിൽ എൽറ്റൺ ടർബൈൻ falls in this category. Tangential flow turbine ആണ് എൽറ്റൺ ടർബൈൻ എന്ന് പറയുന്നത്. Then mixed flow turbine. Mixed flow turbine എന്ന് പറയുന്നത് പിന്നെ വാട്ടറിന്റെ ഡയറക്ഷൻ, റേഡിയൽ ഡയറക്ഷൻ ആണ് ഫ്ലോ ചെയ്യുന്നത്. സോ ഇറ്റ് എൻറ്റർ റേഡിയൽ, എക്സിറ്റ് വരുന്നത് ആക്ച്വലി എക്സിറ്റ് ചെയ്യും. സോ ദി വാട്ടർ എൻറ്റർ ദി റണ്ണർ റേഡിയലി and it will exit in the axial direction. So Francis turbine the modern versions are mixed flow machines. Francis turbine തന്നെ modern. അതിപ്പോ നോർമലി പവർ പ്ലാന്റ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്രാൻസിസ് ടർബൈൻസ് എല്ലാം തന്നെ മിക്സഡ് ഫ്ലോ ടർബൈൻസ് ആണ്. Then axial flow turbines വരുന്നുണ്ട്. axial flow turbines എന്ന് പറയുന്നത് ആക്സിയൽ ഡയറക്ഷൻ ആണ്. അതായത് ഇൻലെറ്റും എക്സിറ്റും ടർബൈൻ ബ്ലേഡിന്റെ ഇൻലെറ്റും എക്സിറ്റും ഒരേ റേഡിയൽ ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ആക്സിയൽ ഫ്ലോ നടക്കുന്നത് ആക്സിസിന് പാരലൽ ആയിട്ടാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ ആ കാറ്റഗറി വരുന്നതാണ് കെപ്ലാൻ. ഈ മൂന്ന്
കാറ്റഗറിയും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ അനാലിസിസും കാര്യങ്ങളൊക്കെ ഇനിയുള്ള ക്ലാസ്സുകളിൽ കാണും. So this is the classification of the turbines based on the criteria, the direction of flow. Okay. Now another classification based on head. The work ചെയ്യുന്ന അല്ലെങ്കിൽ അവൈലബിൾ ഹെഡിനെ ബേസ് ചെയ്തിട്ട് എത്ര ഹെഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ള ബേസ് ചെയ്തിട്ട്, or we can say also based on the quantity of fluid that it will require, depending on head and flow rate. So these three categories you can categorize: high head turbines, medium head turbines, and low head turbines. High head turbines ഇതിനെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്ന ലിമിറ്റ് നോക്കുക. High head turbines എന്ന് പറയുന്നത് those turbines which are working under heads greater than 400 meter. 400 മീറ്ററിനെക്കാട്ട് ഹയർ ഹെഡ്സിലാണ് വാട്ടർ എനർജി സ്റ്റോർഡ് എങ്കിൽ the turbines working under such conditions we call as high turbines. The Pelton turbines എപ്പോഴും high head turbines ആണ്. That require ഒരു അവിടെ ഇമ്പൾസ് ആക്ഷൻ ആണ്. അല്ല, അതിന്റെ റീസൺ എത്രയുള്ള ഇമ്പൾസ് ആക്ഷൻ ആണ്. ഇമ്പൾസ് ആക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വരുന്ന വാട്ടറിന് എത്ര ശക്തി ഉണ്ടോ, അല്ലെങ്കിൽ സ്ട്രൈക്ക് ചെയ്യുന്ന, ഇമ്പാക്ട് ചെയ്യുന്ന, ഇമ്പിങ് ചെയ്യുന്ന വാട്ടറിന് എത്ര ഫോഴ്സ് ആണോ അത് ഇമ്പാർട്ട് ചെയ്യുന്നത് അത്രയും അനുസരിച്ച് അത്ര ഇതായിരിക്കും, എഫിഷ്യന്റ് ആയിരിക്കും അതിന്റെ വർക്കിംഗ് എനർജി കൺവേർഷൻ എന്ന് പറയുന്നത്. So Pelton turbine falls under the high head turbine. അപ്പോൾ അത് high head turbines ആകുമ്പോൾ the quantity requirement, അല്ലെങ്കിൽ നോസിലിൽ നിന്ന് വരുന്ന ഡയറക്റ്റ് ചെയ്യുന്ന അതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ലെസ് ക്വാണ്ടിറ്റി മതി. ബിക്കോസ് ഹൈ കൈനറ്റിക് എനർജി ഉള്ള ജെറ്റ് ആണ്. So the quantity what you require will be less. Head higher ആണെങ്കിൽ discharge lower മതി. So that is high head turbines. അതിന്റെ എക്സാമ്പിൾ Pelton turbine is a high head turbine. Then low head turbine എന്ന് പറയുന്നത് വളരെ ചെറിയ ഹെഡ്, 3 മീറ്റർ തൊട്ട് 60 മീറ്റർ വരെയുള്ള ആണ് അവൈലബിൾ ഹെഡ് എങ്കിൽ ഫ്രാൻസിസ് ടർബൈൻ, സോറി, they are called low head turbines. Kaplan turbine വരുന്നത് low head turbines in the category കൊടുക്കാനാണ്. So when the available head is low, you may require large quantity of water. Discharge the turbine float enter ചെയ്യുന്ന water quantity should be high because head is low. Head low ആകുമ്പോൾ quantity Q has to be larger. So low head and the high rate of flow വരുന്നതാണ് low head turbines, 3 meter to 60 meter. And this ഇടയ്ക്ക് ഇത് രണ്ടിന് ഇടയ്ക്ക് വരും, അതായത് 60 മീറ്റർ തൊട്ട് 400 മീറ്റർ വരെ ഉള്ള റേഞ്ചിലാണ് അവൈലബിൾ ഹെഡ് എങ്കിൽ and the turbines working under such that we can say it is medium head turbines. അപ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി റിക്വയർമെന്റ് എന്ന് പറയുന്നത് in between the requirement for high head and the low head. So this is based on the classification of turbine based on the head. And another important or more significant classification of the turbine is based on the specific speed. Turbine specific speed. അത് സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്ന ഒരു പുതിയ ടേമാണ്, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. അപ്പോൾ ഈ സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത് ആക്ച്വലി ദിസ് ടേം ഈസ് യൂസ്ഡ് ഫോർ കമ്പാരിസൺ ഓഫ് ടർബൈൻസ്. നമുക്ക് ഒരു ഹെഡിൽ വർക്ക് ചെയ്യുന്ന ഡിഫറൻറ്റ് സൈസിലുള്ള ടർബൈൻസ് നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. Suppose you have different turbines, geometrically similar turbines which are working under same head. So you can define some quantity so that you can compare the performance of this turbine. അപ്പോൾ അതിന് വരുമ്പോൾ നമുക്ക് ഒരു ഡിഫൈൻ ചെയ്യുന്ന ഒരു ടേമാണ് സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്. സ്പെസിഫിക് സ്പീഡിന്റെ ഡെഫിനിഷൻ ഇത് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത്രയേ ഉള്ളൂ. 1 മീറ്റർ ഹെഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ടർബൈന്റെ സ്പെസിഫിക് സ്പീഡ് എന്ന് പറഞ്ഞാൽ ആ ടർബൈന്റെ ജോമെട്രിക്കലി സിമിലർ ആയിട്ടുള്ള ഒരു ടർബൈൻ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണ്. ആൻഡ് ഇഫ് ദാറ്റ് ടർബൈൻ ഈസ് ജനറേറ്റിംഗ് 1 kilowatt പവർ വെൻ ഇറ്റ് വർക്ക്സ് അണ്ടർ എ ഹെഡ് ഓഫ് 1 മീറ്റർ, അന്നേരം അത് റൺ ചെയ്യുന്ന സ്പീഡിനെയാണ് ബേസിക് സ്പീഡ് എന്ന് പറയുന്നത്. ഒരു ടർബൈന്റെ ജോമെട്രിക്കലി സിമിലർ ആയിട്ടുള്ള ഒരു ടർബൈൻ നമ്മൾ
ഡിസൈൻ ചെയ്യുവാണെങ്കിൽ ആ ജോമെട്രിക്കലി സിമിലർ ടർബൈൻ 1 മീറ്റർ ഹെഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 1 കിലോ വാട്ട് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റൺ ചെയ്യേണ്ട സ്പീഡാണ് സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ യു റീഡ് cannot this definition. Specific speed of a turbine is defined as the speed of a geometrically similar turbine which would develop 1 kilowatt power when 1 meter of head is applied. So 1 meter head headle 1 kilowatt power generate ചെയ്യാൻ വേണ്ട geometrically similar turbine സ്പീഡിനെയാണ് നമ്മൾ ഒരു ടർബൈന്റെ സ്പെസിഫിക് സ്പീഡ്. geometrically similar എന്ന് പറയുന്നത് എന്താണ്? What do you mean this geometrically similar? എന്താണ് geometrically similar എന്ന് പറയുന്നത്? നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചവരാ, അതിന്റെ അകത്ത് സിമിലാരിറ്റി ഒക്കെ പഠിച്ചിട്ടുണ്ടോ? ജോമെട്രിക് സിമിലാരിറ്റി പഠിച്ചിട്ടുണ്ടോ? എന്ത് ചോദിച്ചാലും മിണ്ടാതിരുന്നോളാം കേട്ടോ. എന്താണ് ജോമെട്രിക് സിമിലർ എന്ന് പറഞ്ഞാൽ? നമുക്ക് നിർത്താം, കഴിയാറായി, ഒരു 2 മിനിറ്റ്. ഹലോ, ഇവിടെ ഒന്നുമില്ലേ? എടാ അഭിജിത്ത് ഉണ്ടോ? വല്ലതും വല്ലതും പറയടാ, വാതൊന്ന് പറയടാ. റേഷ്യോ വൈസ് സിമിലർ ആയിരിക്കും. ഏതാണ് റേഷ്യോ വൈസ് സിമിലർ ആയിരിക്കും? എന്ത് റേഷ്യോ വൈസ്? മെഷർമെന്റ് റേഷ്യോ വൈസ്, അതായത് അതിന്റെ ഡയമെൻഷൻസും കാര്യങ്ങളും. നമ്മള് ജോമെട്രിക് സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണോ അതിന്റെ നമ്മൾ മോഡൽ ആൻഡ് പ്രോട്ടോടൈപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ജോമെട്രിക് സിമിലാരിറ്റി അവിടെ വരുന്നതാണ്. അപ്പൊ അതിന്റെ പ്രൊപ്പോർഷൻസ് എടുക്കുകയാണെങ്കിൽ സെയിം ആയിരിക്കും. അതിന്റെ ലെങ്ത്, ബ്രെഡ്ത്ത്, അങ്ങനെയുള്ള ഡയമെൻഷൻ റേഷ്യോ എടുക്കുകയാണെങ്കിൽ ആ റേഷ്യോസ് വിൽ ബി സെയിം. സോ ഇഫ് യു കൺസിഡർ എ ജോമെട്രിക്കലി സിമിലർ ടർബൈൻ and if it generate 1 kilowatt power when works under a head of 1 meter, the corresponding speed you call as specific speed. അപ്പൊ അത് ഒരു ടേം നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇക്വേഷൻ കൂടി എഴുതി വെക്കുക. NS equal to n root p by h to the power 5/4. ഇവിടെ n എന്ന് പറയുന്നത് RPM ആണ്, അതിന്റെ റൊട്ടേഷൻ സ്പീഡ്, ആക്ച്വൽ ടർബൈന്റെ സ്പീഡ്. p എന്ന് പറയുന്നത് പവർ ഇൻ കിലോ വാട്ട്. ശ്രദ്ധിക്കുക, പി എന്ന് പറയുന്നത് വാട്ടിലല്ല, കിലോ വാട്ടിലാണ് ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. സോ പി ഈസ് കിലോ വാട്ട്. ആക്ച്വൽ ടർബൈൻ എത്ര പവർ ആണോ ജനറേറ്റ് ചെയ്യുന്നതാണ് പി. എച്ച് എന്ന് പറയുന്നത് അത് വർക്ക് ചെയ്യുന്ന ഹെഡ്, ആക്ച്വൽ ടർബൈന്റെ അവൈലബിൾ ഹെഡ് ആണ് എച്ച് ഇൻ മീറ്റേഴ്സ്. അപ്പോൾ എൻ സ്പീഡ് ഇൻ RPM, പി പവർ ഇൻ കിലോ വാട്ട്, എച്ച് ഈസ് ഹെഡ് ഇൻ മീറ്റേഴ്സ്. അപ്പൊ ഈ സ്പെസിഫിക് സ്പീഡിനെ ബേസ് ചെയ്തിട്ട് you can classify this turbine into 3 categories. One is high specific speed turbine, second one is low specific speed turbine, and medium specific speed turbine. അങ്ങനെയാണ് സ്പെസിഫിക് സ്പീഡിനെ ക്ലാസിഫൈ ചെയ്തുകൊണ്ട് ഹൈ, മീഡിയം ആൻഡ് ലോ. അപ്പൊ ഇവിടെ നോക്കുക, ഈ ഇക്വേഷൻ നോക്കുമ്പോൾ what is the case when you have high head, what is the NS value? ലോ ആയിരിക്കും, ഹൈ ആയിരിക്കും? ഹൈ ഹെഡിന്റെ കേസിൽ എന്തായിരിക്കും? ഹെഡ് കൂടുതൽ കുറവായിരിക്കും. അതായത് ഹൈ ഹെഡ് ടർബൈൻസ് എപ്പോഴും ലോ സ്പെസിഫിക് സ്പീഡ് ആയിരിക്കും, അല്ലെ? അതുപോലെ ലോ ഹെഡ് വർക്ക് ചെയ്യുന്ന ടർബൈൻസ് ഹൈ സ്പെസിഫിക് സ്പീഡ് ആണ്. എച്ചിന്റെ വാല്യൂ ഏറ്റവും കൂടുതലുള്ളതിന് NS വാല്യൂ കുറവായിരിക്കും. അപ്പൊ ഇവിടെ നോക്കുക, ഇതിന്റെ ഞാൻ ഈ പറഞ്ഞ 3 ക്ലാസിഫിക്കേഷൻ പറയുമ്പോൾ പെൽറ്റൺ ടർബൈൻ നോക്കുക. പെൽറ്റൺ ടർബൈനിന്റെ സ്പെസിഫിക് സ്പീഡിന്റെ റേഞ്ച് പറയുന്നത് 8 to 13. ഏറ്റവും ലോ സ്പെസിഫിക് സ്പീഡ് ടർബൈൻസ് എന്ന് പറയുന്നത് പെൽറ്റൺ ടർബൈൻ. കാരണം എന്താണ്? പെൽറ്റൺ ടർബൈൻ ഞാൻ പറയുന്നത് ഹൈ ഹെഡ് ടർബൈൻ ആണ്. സോ പെൽറ്റൺ ടർബൈൻ വിൽ ബി എ ലോ സ്പെസിഫിക് സ്പീഡ് ടർബൈൻ. അതേസമയം കെപ്ലാൻ ടർബൈൻ നോക്കുക. കെപ്ലാൻ ടർബൈന്റെ സ്പെസിഫിക് സ്പീഡ് എന്ന് പറയുന്നത് 300 to 900. സോ ദിസ് കെപ്ലാൻ ടർബൈൻ ഇസ് എൻ എക്സാമ്പിൾ ഫോർ ഹൈ സ്പെസിഫിക് സ്പീഡ് ടർബൈൻ. അതേസമയം കെപ്ലാൻ ടർബൈൻ എന്താണ്? ലോ ഹെഡ് ടർബൈൻ ആണ്. ഹെഡിന്റെ വാല്യൂ വളരെ 3 to 16 നമ്മൾ പറഞ്ഞു നേരത്തെ. ആൻഡ് ഫ്രാൻസിസ് ടർബൈൻ ഇതിന് രണ്ടിന് ഇടയ്ക്ക് വരുന്നതാണ്. അതായത് 440 to 450 സ്പെസിഫിക് സ്പീഡ് ആണ്. ഇറ്റ് ഈസ് എ മീഡിയം സ്പെസിഫിക് സ്പീഡ്. നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ അതിന് മീഡിയം ഹെഡ് ടർബൈൻ എന്ന് പറഞ്ഞു. ഇതാണ് സ്പെസിഫിക് സ്പീഡിനെ ബേസ് ചെയ്തിട്ടുള്ള ടർബൈന്റെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ,
ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടത്. ഇനി നെക്സ്റ്റ് ഫ്രം ദി നെക്സ്റ്റ് ക്ലാസ് വിൽ ഡിസ്കസ് ഓൺ പെൽറ്റൺ ടർബൈൻ. അപ്പൊ അത് പെൽറ്റൺ ടർബൈൻ എന്താണ്, അതിന്റെ ഡിഫറെന്റ് കമ്പോണൻസ്, വർക്കിംഗ്, ദെൻ അതിന്റെ വെലോസിറ്റി ഡയഗ്രാം, ഫോഴ്സ് അനാലിസിസ്, അങ്ങനെയുള്ള കാൽക്കുലേഷൻസും കാര്യങ്ങളും എങ്ങനെയാണ് അതിന്റെ പവർ, മറ്റുള്ള എന്താണ് പവർ കാൽക്കുലേഷൻ, എഫിഷ്യൻസി കാൽക്കുലേഷൻ, അങ്ങനെയുള്ള ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസിലോട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിലോട്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായോ? ഇതിൽ സംശയം ഉണ്ടോ? മനസ്സിലായി. ഇല്ല സാർ. ഓക്കെ ഓക്കെ, അത് നമുക്ക് മൺഡേ കാണാം. ഇന്നത്തെ ക്ലാസ് നോട്ട് സബ്മിഷൻ ലിങ്ക് ഇപ്പോൾ വന്ന് കാണും. സോ യു ക്യാൻ സബ്മിറ്റ് ദി ക്ലാസ് നോട്ട്. ഓക്കെ, Okay, sir. ഓക്കെ, താങ്ക് യു സാർ. Thank you, sir.